ഇനി ഇലഞ്ഞിത്തറ മേളം ഒപ്പം കുടമാറ്റമൊക്കെ നടക്കാനിരിക്കുന്നു. പറയൂ ശ്രീകാന്ത്. ഉന്മേഷ്, നിലവിലിപ്പോൾ പാറമേക്കാവ് ഭഗവതി വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് എഴുന്നള്ളുകയാണ്. കിഴക്കേ ഗോപുരം വഴി ഇപ്പോൾ കിഴക്കേ ഗോപുരം വഴി പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. തിടമ്പേറ്റി ഗുരുവായൂർ നന്ദൻ, അതിന് ഇരുവശങ്ങളിലുമായി 14 ഗജവീരന്മാർ ഒപ്പം നീങ്ങുന്നു. ഇനി നടക്കാനുള്ളത് പടിഞ്ഞാറേ വശത്തായി, പടിഞ്ഞാറേ നടയ്ക്ക് സമീപത്തായി നടക്കാൻ പോകുന്നത് ഇലഞ്ഞിത്തറ മേളമാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന വാദ്യ കുലപതികൾ അണിനിരക്കുന്ന, കിഴക്കോട്ടനിയന്മാരാർ പ്രാമാണിത്വം വഹിക്കുന്ന ഇലഞ്ഞിത്തറ മേളം ഇതാ നടക്കാൻ പോകുന്നു. ഇപ്പോൾ പാറമേക്കാവ് ഭഗവതി ഗുരുവായൂർ നന്ദന്റെ മുകളിൽ ഗുരുവായൂർ നന്ദൻ തിടമ്പേറ്റി ഇപ്പോൾ വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ ഈ ഇലഞ്ഞിത്തറ മേളത്തിലേക്കാണ് ഇനി എല്ലാ ശ്രദ്ധയും നീങ്ങാൻ പോകുന്നത്. ഇലഞ്ഞിത്തറ മേളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഈ തൃശൂർ പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നത്. പാണ്ടിമേളമാണ് ഇലഞ്ഞിത്തറ മേളം. അസുരമേളം എന്നാണ് അതിനെ പറയുന്നതും. അത് ഈ ക്ഷേത്രത്തിനുള്ളിൽ അല്ല അത് ആ വാദ്യം ഉണ്ടായിരിക്കുന്നത്. അത് നേരെ മറിച്ച് ക്ഷേത്രത്തിന് പുറത്തായാണ് ആ വാദ്യം നടക്കുന്നതും. ഏറെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഇതുവരെ അണിനിരന്നിട്ടുള്ള പ്രമാണികൾ ഇപ്രകാരമാണ്. പണ്ടാരത്തിൽ ഈച്ചര മാരാർ 1940കളിലാണ് അദ്ദേഹം പ്രാമാണിത്വം വഹിച്ചത്. പെരുവനം നാരായണ മാരാർ പിന്നീട് വന്നു. പെരുവനം അപ്പുമാരാർ 1960കളിൽ ഈ ഇലഞ്ഞിത്തറ മേളത്തിന് പ്രാമാണിത്വം വഹിച്ചത് ഓർമ്മയിലുണ്ട് പല പൂരപ്രേമികളുടെയും. പിന്നെ വന്നത് തൃപ്പൻകുളം അച്യുതമാരാരാണ്. പല്ലാവൂർ അപ്പുമാരാർ, പെരുവനം കുട്ടന്മാരാർ, ഇപ്പോഴിതാ കിഴക്കൂട്ട് അനിയന്മാരാർ പ്രാമാണിത്വം വഹിക്കുന്നു. ഈ തൃശൂർ പൂരത്തിന്റെ ഇലഞ്ഞിത്തറ മേളത്തിന് ഏറ്റവും വലിയ ആകർഷണം, തൃശൂർ പൂരത്തിന്റെ ആകർഷണങ്ങൾ എടുത്തു പറയുമ്പോൾ അതിൽ വരുന്നത് പണ്ടിമേളത്തിന്റെ അസുരതാളം നമുക്ക് കേൾക്കാൻ കഴിയുന്ന അത്ര ശ്രവ്യ സുഖമുള്ള ഈ ഇലഞ്ഞിത്തറ മേളമാണ്. അതിപ്പോൾ നടക്കാൻ പോവുകയാണ്. ഈ പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളി എത്തിയാലുടൻ ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കും. പിന്നീട് ഈ പറമ്പൊന്നാകെ തന്നെ ആ ഇലഞ്ഞിമര ചുവട്ടിലേക്ക് എത്തും. അവിടെ താളമേള വിസ്മയം നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടു പിന്നാലെയായിരിക്കും അത് അവസാനിക്കുമ്പോൾ കുടമാറ്റം നടക്കുന്നത്. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ വിവിധ തരത്തിലുള്ള കുടകൾ ഉയർത്തി അതിന്റെ സാമ്പിൾ പാറമേക്കാവ് കാണിച്ചിരുന്നു. ഇനി തിരുവമ്പാടിയുടെ കൈവശം എന്തൊക്കെയുണ്ടെന്ന് അറിയണം. പക്ഷേ പാറമേക്കാവ് പൂർണ്ണമായും അവരുടെ സസ്പെൻസ് പൊളിച്ചിട്ടില്ല. ചില സർപ്രൈസുകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. അത് കുടമാറ്റമുണ്ടാകും. പിന്നീട് ഏറ്റവും ഒടുവിലായി കാത്തിരിക്കുന്ന വെടിക്കെട്ട് സാമ്പിൾ ഇന്നലെ പൊട്ടിയിരുന്നു. സാമ്പിൾ തന്നെ തൃശൂരിനെ വിറപ്പിച്ചാണ് കടന്നുപോയത്. ഇനി കാണാനുള്ളത്, ഇനി നടക്കാൻ പോകുന്ന വെടിക്കെട്ടാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ്. നാളെ ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടെ ഇക്കൊല്ലത്തെ തൃശൂർ പൂരത്തിന് പരിസമാപ്തിയാകും. ഇതാ പാറമേക്കാവ് ഭഗവതി വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നു. ഇലഞ്ഞിത്തറ മേളത്തിനുള്ള കാത്തിരിപ്പ്. വലിയ ആവേശം രാവിലെ മുതൽ നമ്മൾ കണ്ടതാണല്ലോ ശ്രീകാന്ത്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ അവിടെ ആളുകൾ കൂടുതലായി എത്തുന്നു എന്ന് അവിടെ ആ ആവേശക്കാഴ്ചകളുടെ ഭാഗമായ ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായ വിവാദങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു പൂരക്കാലം വരുമ്പോൾ വലിയ ആവേശത്തോടെ പൂരപ്രേമികൾ അവിടേക്ക് എത്തുകയും തിങ്ങി നിറയുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണല്ലോ അല്ലേ അവിടെ ശ്രീകാന്ത്? അതാ നമ്മുടെ ആ ദൃശ്യങ്ങളിൽ ഒന്ന് കണ്ടാൽ ഈ വലിയ ആൾക്കൂട്ടം ഈ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. ഈ പൂരം ഒന്നാകെ തന്നെ ഒരു വിവാദത്തിലൊക്കെ അകപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് ഈ പൂരപ്പറമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവാദങ്ങളുടെ അകമ്പടി അല്ല. നേരെ മറിച്ച് പൂരം ഒന്നാകെ ആസ്വദിക്കുകയാണ്. ഈ പുരുഷാരം ഒന്നാകെ പൂരം ആസ്വദിക്കുന്നതിന് വേണ്ടി എത്തുകയാണ്. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഈ പൂരനഗരിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഏറ്റവും അവർ ആഗ്രഹിക്കുന്ന ഗജവീരന്മാർ അണിനിരന്നിട്ടുണ്ട്. രാവിലെ നമ്മൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ എഴുന്നള്ളിപ്പ് കണ്ടു. ഈ പാറമേക്കാവ് ഭഗവതിക്ക് മുന്നിൽ വന്ന് ആചാരപ്രകാരമുള്ള ആ ചടങ്ങുകൾ പൂർത്തിയാക്കി പിന്നീട് തെക്കോട്ടിറങ്ങി വരുന്ന ആ ഒരു കാഴ്ച
എന്തൊരു ഭംഗിയായിരുന്നു ആ കാഴ്ചയെന്ന് ഓരോ പൂരപ്രേമിയോടും ചോദിച്ചാൽ മനസ്സിലാകും. അങ്ങനെ ഏകഛത്രാധിപതി രാമരാജാവിനെ കണ്ട് പൂരപ്രേമികൾ രാവിലെ തൊട്ടു പിന്നാലെ ഇപ്പോൾ ഗുരുവായൂർ നന്ദനെ കണ്ടു. അങ്ങനെ എണ്ണം പറഞ്ഞ ആനകൾ എഴുന്നള്ളുന്ന ദൃശ്യങ്ങൾ, കാഴ്ചകൾ നമ്മൾ കാണുകയുണ്ടായി. ഇനി തൊട്ടു പിന്നാലെ മടത്തിൽ വരവ് പഞ്ചവാദ്യം ആസ്വദിച്ചു. അല്പസമയം മുമ്പാണ് നൈക്കനാലിന് സമീപം മടത്തിൽ വരവ് പഞ്ചവാദ്യം അത് നടക്കുകയുണ്ടായത്. അങ്ങേയറ്റം ഭംഗിയായി. ഇനിയൊരു പൂരത്തിന് അടുത്തൊരു പൂരം വരെയുള്ള കാത്തിരിപ്പാണ്. അതിനുവേണ്ടി മടത്തിൽ വരവ് പഞ്ചവാദ്യം ആസ്വദിക്കുന്നതിന് വേണ്ടി മറ്റേതെങ്കിലും ഒരു പൂരത്തിന് ഇതുപോലെ ഒരു ശ്രവ്യ കാഴ്ച അല്ലെങ്കിൽ ഒരു ഇത്ര സുഖകരമായ ഒരു മേളപ്പെരുമ അത് കാണാൻ സാധിക്കുമോ എന്നറിയില്ല. പഞ്ചവാദ്യം, മടത്തിൽ വരവ് പഞ്ചവാദ്യം കണ്ട് ആസ്വദിച്ചു. അതിനുശേഷം പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളുകയാണ്. പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളുന്നത് ഗുരുവായൂർ നന്ദന്റെ പുറത്താണ്. ഗുരുവായൂർ നന്ദൻ തിടമ്പേറ്റി പോവുകയാണ്. ഇനി അതെത്തുമ്പോൾ ഈ ഇലഞ്ഞിത്തറ മേളം, അതാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. വിവാദങ്ങൾ ഒഴിഞ്ഞ ചിട്ടപ്രകാരം നേരത്തെ ഏത് തരത്തിലാണോ ആ ചടങ്ങുകൾ നടന്നുകൊണ്ടിരുന്നത് അതേ രീതിയിൽ കാര്യങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ. ഇനി ഇലഞ്ഞിത്തറ മേളം നടക്കാൻ പോകുന്നു. ആ ചെണ്ടമേൽ കോൽ വീഴുമ്പോൾ ഈ പുരുഷാരം ഒന്നാകെ ഇളകിമറിയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അസുരവാദ്യങ്ങൾ, അസുരമേളം നമുക്കവിടെ കാണാൻ സാധിക്കും. അതാണ് ഇപ്പോൾ ഇലഞ്ഞിത്തറയിൽ നടക്കാൻ പോകുന്ന ഇലഞ്ഞിത്തറ മേളം. കിഴക്കൂട്ടനിയന്മാരാർ, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രാമാണിത്വത്തിൽ അദ്ദേഹത്തിനൊപ്പമുള്ള മറ്റാളുകൾ ഇപ്പോൾ ആ ഭാഗത്ത് അണിനിരക്കും. അതാണ് കാഴ്ച, അതാണ് പൂരത്തിന്റെ പൊലിമ. അതിനുശേഷമായിരിക്കും കുടമാറ്റം. അതും ഇതുവരെയും നമ്മൾ അറിഞ്ഞതനുസരിച്ച് 1 മണിക്കൂറായി ചുരുക്കിയിട്ടുണ്ട്. പക്ഷേ ആ 1 മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കാഴ്ചയുടെ മുഴുവൻ വസന്തവും ഉണ്ടാകും എന്നുള്ളതാണ് തിരുവമ്പാടിയും പാറമേക്കാവും ഉറപ്പു നൽകുന്നത്. ഒരു കാരണവശാലും നിരാശരാകേണ്ടി വരില്ല പൂരപ്രേമികൾക്ക് ഈ തരുണത്തിൽ എന്നുള്ളതാണ് പറയാനുള്ളതും. ഇതാ ഈ ദൃശ്യങ്ങളിലൊന്ന് കാണിക്കാം. അവിടെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള സർപ്രൈസ് കുടകൾ അത് പോകുന്ന കാഴ്ചകൾ കാണാം. അത് പാറമേക്കാവിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. നേരത്തെ ഇതിവിടെ സാമ്പിൾ ഉയർത്തിയപ്പോൾ നമ്മൾ കണ്ടിരുന്നില്ല. അതായത് ഉന്മേഷ്, തിരുവമ്പാടി അത്രയൊന്നും മുൻപേ പാറമേക്കാവിന്റെ ഈ ഏതൊക്കെ തരം കുടകളാണ് എന്ന് അവർക്ക് കാണുന്നതിനോ സങ്കല്പിക്കുന്നതിനോ അവസരം കൊടുത്തിട്ടില്ല. ഇതാ കുടകൾ ഓരോന്നായി കൊണ്ടുപോകുന്നു. ഇതിനി അവിടെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. പിന്നെ കാണാനുള്ളത് വെടിക്കെട്ടാണ്. അതൊരു 1.5 വെടിക്കെട്ടായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണത്തെ കാര്യം നമുക്കറിയാം. ആ വെടിക്കെട്ടൊക്കെ തന്നെ കുളമായി ഭയങ്കര വലിയ വിഷമത്തോടുകൂടി ഇവിടം വിട്ട പൂരപ്രേമികൾ ഉണ്ട്. മാത്രമല്ല ഈ വെടിക്കെട്ട് നടക്കുമോ എന്ന് തന്നെ പല ചർച്ചകൾ ഉണ്ടായിരുന്നു. ആ ചർച്ചകളൊക്കെ തന്നെ അസ്ഥാനത്തായി. ഒടുവിൽ വെടിക്കെട്ടടക്കം നടക്കാൻ പോകുന്നു. സാമ്പിൾ ഗംഭീരമായിരുന്നു. അതിലും അതിഗംഭീരമായിരിക്കും ഈ പൂരത്തിൽ ഉണ്ടാകാൻ പോകുന്ന വെടിക്കെട്ട് എന്ന് കരുതാം. പക്ഷേ ഒരു കാര്യം, നാളെ ഇനി ഉപചാരം ചൊല്ലി പിരിയുമ്പോഴുള്ള ആ ദുഃഖം അത് എത്രത്തോളം എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പിന്നെ ഇനി അടുത്ത ഒരു പൂരത്തിന് വേണ്ടി കാത്തിരിക്കണം. പൂർവാധികം ഭംഗിയോടെ ഇപ്പോൾ പൂരം അതിന്റെ ഓരോ കാഴ്ചകൾ മുന്നോട്ട് പോവുകയാണ്. ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കാൻ പോകുന്നു. പൂരപ്രേമികളൊക്കെ അതിനായുള്ള കാത്തിരിപ്പിലാണ്. രാവിലെ മുതൽ പൂരപ്പറമ്പിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. എത്ര വലിയ ആവേശമായിരുന്നു അവിടെ പ്രകടമായത് എന്നുള്ളത്. ഒരു വിവാദ കാലത്തിന് ശേഷം മറ്റൊരു പൂരത്തിലേക്ക് എത്തുമ്പോൾ കണ്ട ആവേശ കാഴ്ചകൾ അത്തരത്തിലായിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വരവ്, അതിനൊപ്പം ഉയർന്ന ആളുകളുടെ ആവേശം, അവരുടെ ആർപ്പുവിളികൾ. അങ്ങനെ ആ പൂരപ്പറമ്പ് നിറയെ പുരുഷാരമുണ്ട്. അവരെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി പൂരം എന്ന വികാരത്തിനൊപ്പം നിൽക്കുകയാണ്. അങ്ങനെ വലിയ ആവേശത്തിൽ പൂരം കൊട്ടിക്കയറുന്ന കാഴ്ചയാണ് നമ്മൾ രാവിലെ മുതൽ തന്നെ കണ്ടത്. ഘടകപൂരങ്ങളുടെ വരവ് അത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി എല്ലാവരും ഈ ഇലഞ്ഞിത്തറ മേളത്തിനായുള്ള കാത്തിരിപ്പിലാണ്. അല്പസമയത്തിനകം ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കും. അത് പൂരത്തിലെ ഒരു ആവേശ കാഴ്ച തന്നെയാണ്, ആ ദ്രുതതാളം എന്ന് പറയുന്നത്. അതിനുശേഷം വൈകിട്ടാണ് കുടമാറ്റം നടക്കേണ്ടത്. വർണ്ണ വിസ്മയങ്ങൾ ചൊരിയുന്ന കുടമാറ്റം അത് വൈകിട്ട് 5:30 നടക്കും. അതിനുവേണ്ടിയും പൂരപ്രേമികൾ കാത്തിരിപ്പിലാണ്. ഇന്നലെ മുതൽ തന്നെ ഈ പൂരാവേശത്തിൻ്റെ ഭാഗമായതാണ് അവിടെയുള്ള ആളുകളൊക്കെ. അങ്ങനെ വലിയ ആവേശ കാഴ്ചയായി ഇതിനോടകം പൂരം മാറിയിട്ടുണ്ട്. ഇലഞ്ഞിത്തറ മേളം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇനി പൂരപ്രേമികളെ ആവേശഭരിതരാക്കുന്ന ഒരു കാര്യം.